ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നേക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ടാറ്റ്സുയെ കില്ലെടുക്കുന്നവരും കൂടുമെന്ന്. അപ്പോൾ ഇൻഫിനിറ്റ് റൈഡനും ഇൻഫിനിറ്റ് ടാറ്റ്സു ഇടാനുള്ളൊരു വഴിയാണ് ഗൈസ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് ടാറ്റ്സു ഇടുന്നുണ്ടോ ഗൈസ്? ഓരോ കില്ല് പോലും എടുക്കുന്നില്ല, വെറുതെ വെച്ചിട്ട് ഇൻഫിനിറ്റി ആയിട്ട് ഞാൻ ടാറ്റ്സു ഇടുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വെറുതെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ കില്ലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇതും കൊണ്ട് എങ്ങനെ സോളോ വേഴ്സസ് സ്ക്വാഡ് നല്ല എളുപ്പത്തിലെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. M590 ഉണ്ടെങ്കിൽ പൊളിച്ചെടുക്കാൻ പറ്റും. M590 ഒക്കെ വെച്ചിട്ട് ടാറ്റ്സുയൊക്കെ കില്ലെടുക്കുന്നതോറും കിട്ടുമെന്നുള്ളതുകൊണ്ട് 2 വെടിക്ക് എന്തായാലും എനിമീസ് ചാവും, അതെനിക്ക് ഉറപ്പാണ്. മേത്ത് കൊണ്ട എനിമീസ് 2 വെടിക്ക് എന്തായാലും ചാവും. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടാറ്റ്സ് കൂടി കിട്ടും. അപ്പോൾ സോളോ വേഴ്സസ് സ്ക്വാഡൊക്കെ ഇതുണ്ടോ, ഇതുപോലെ പുഷ്പം പോലെ കളിക്കും. ഇപ്പോൾ അവരെ അടിക്കുന്നില്ല, ഞാൻ അവരടിക്കുന്ന രീതിയിൽ ഓടി കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഇത് സോളോ വേഴ്സസ് സ്ക്വാഡാണ് നിങ്ങൾ കരുത്. ആ സമയത്ത് ഞാനിങ്ങനെ ചാടി ടാറ്റ്സ് ഇട്ട് അടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് അടുത്ത ടാറ്റ്സ് കിട്ടി, അത് ഓർക്കുക. ഞാൻ അപ്പോൾ തന്നെ വീണ്ടും അടിച്ചു. അപ്പോൾ തന്നെ അവർ മാറിക്കുക, ഒരു സൈഡിലേക്ക് മാറിക്കുക. അപ്പോൾ അടുത്തവനെ അടിച്ചു, ടാറ്റ്സ് കിട്ടി. അപ്പം തന്നെ അടുത്തവനെ അടിച്ചു, അവൻ തീർന്നു, അടുത്തൊരു അടിച്ചു കിട്ടി. ആ രീതിയിൽ നമുക്ക് സോളോ വേഴ്സസ് സ്ക്വാഡൊക്കെ ഈസി ആയിട്ട് എടുക്കാം. പിന്നെ ഓറിയോൺ ആണെങ്കിലും പറ്റും കേട്ടോ. പക്ഷേ ഓറിയോണിൻ്റെ അടുത്താണെങ്കിൽ M80 ഇല്ലേ, M80 മാക്സ്, അതിൻ്റെയൊക്കെ മുമ്പിൽ ഓറിയോൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടാറ്റ്സു അങ്ങനെയല്ല, നമുക്ക് ഓടിയിട്ട് ഗ്ലൂ വാൾ ഇടാം. പിന്നെ അത് ഗ്ലൂ വാൾ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാൻ പറ്റാത്തത്. എടുക്കാൻ പറ്റും, പക്ഷേ ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ. പിന്നെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്ത് ഉറപ്പായിട്ട് ഞാൻ ഒരു ഷോർട്സ് ഇട്ടേക്കാം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാം. ചിലവരുടെ വീഡിയോ ഒക്കെ ഉണ്ട് ഗൈസ് ഇതെങ്ങനെ കാണിക്കുന്നതെന്ന്. പക്ഷെ ഒരിക്കലും ഒരു ട്യൂട്ടോറിയൽ പറഞ്ഞു തരത്തില്ല. 2-3 പേരൊക്കെ പറഞ്ഞു തരും, എന്നാലും അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ തന്നെ ഒരു ദിവസം ഇരുന്ന് കണ്ടുപിടിച്ചാണ് കഴിച്ചത്. ഞാൻ തപ്പിയിട്ടുണ്ടായിരുന്നു, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഗൂഗിൾ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. റൈഡനും അതുപോലെ നമ്മുടെ ടാറ്റ്സുയും ഇടാനുള്ള ഈസി ആയിട്ടുള്ള ഇൻഫിനിറ്റ് ട്രിക്കാണ് ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കരുത്, നല്ലൊരു ചാൻസാണ്. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ട്രെയിനിങ് ഗ്രൗണ്ടിൽ ആ ഓപ്ഷൻ വരത്തില്ല ഗൈസ്. ഒരു ഓപ്ഷനിലാണ് അത് വരുന്നത്. ആ ഓപ്ഷൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചില സമയത്തേ വരത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ കുറേ നേരം നോക്കി. അപ്പോഴാണ് ഞാൻ 210 കില്ലെടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ്. അതിന് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാകുന്നില്ല. എന്താണ് ഗൈസ്, നിങ്ങൾ 210 കില്ലെടുത്തിട്ടാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചോ അല്ല ഗൈസ്, കാര്യം ചോദിച്ചാണ്. നിങ്ങൾ 211 കില്ല് അത്ര മിനിറ്റിലോ എത്ര മിനിറ്റ് എങ്ങാണ്ടാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എടുത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അവർക്ക് വലിയൊരു കൺഗ്രാജുലേഷൻ. ഞാനും കഷ്ടപ്പെട്ടാണ് എടുത്തത്, ആരും അത് കണ്ടിട്ട് കൂടിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ആരും ഞാൻ പരിഹസിക്കുന്നു കളിയാക്കുന്നൊന്നുമില്ല ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് നല്ലതായിരുന്നു. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോയ്ക്ക് വേണ്ടി തന്നെ 224 കില്ല് ഞാൻ എടുത്തതാണ്. അപ്പോഴത്തേക്ക് സമയം തീർന്നു, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുത്തത്. അപ്പോൾ നമുക്കൊന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി നോക്കാം ഗൈസ്. ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇത് വർക്കാവുമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ നോക്കണം. ഇല്ലാതെ എനിക്കറിയാം, നമുക്കൊന്ന് നോക്കാം. ആ ഓപ്ഷൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒരിക്കലും വരത്തില്ല. ഒരു പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട്, അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അന്ന് നടന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും വന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കണ്ടോ, ടാറ്റ്സ് കിട്ടു, പക്ഷേ ഇൻഫിനിറ്റ് ആയിട്ടില്ല. ഒരു ഡെസേർട്ട് കൊണ്ട് അടിച്ച്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ചലഞ്ചൊന്നും ആയിട്ടൊന്നുമല്ല ഗൈസ്. ടാറ്റ്സുയെ കില്ലെടുക്കുമ്പോൾ ടാറ്റ്സു ഇടാൻ പറ്റുമോ എന്നത് മാത്രം നോക്കാനാണ്. അപ്പോൾ അടുത്ത ടാറ്റ്സു കിട്ടും, ഇതുണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓടി ഒളിച്ച് മാറാം. അതാണ് സോളോവേഴ്സ്. പുറകിൽ നിന്നാണ് അടിച്ചത്. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ഗൈസ്. കാരണം പുറകിൽ നിന്നൊക്കെ അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ, അത് അത്ര ജീവൻ, അല്ലെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇടായിരുന്നു. അപ്പോൾ അത് തൊട്ട് തേടുള്ളൊരുത്തൻ M590 കൊണ്ട് കാച്ചി കൊടുത്തു. അപ്പോൾ ഒരുത്തൻ, അപ്പോൾ അവൻട്ട് നല്ലവണ്ണം കൊടുത്തു, 90 കൊടുത്തു. പിന്നെ ഒരെണ്ണം ചാടിയിട്ടൊരെണ്ണം കൊടുത്തു. അങ്ങനെ ഇവിടെ അവൻ തീർന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ടാറ്റ്സു കൂടുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ അവിടെ, അപ്പോൾ എന്നെ വേറെ ഒരുത്തനാണ് അടിച്ചത്. പിന്നെ ഞാൻ ഈ ടാറ്റ്സുയുടെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ് ഈ വീഡിയോ ഇട്ടത്, ഒരു ചലഞ്ചായിട്ടൊന്നും വന്നതല്ല. അപ്പോൾ വെറുതെ കില്ലെടുക്കാനും ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്രയും കില്ലെടുക്കാത്ത, മര്യാദക്ക് കളിക്കാത്ത. അതുകൊണ്ടാണ് മയോർച്ചൊക്കെ അടിച്ചിട്ട് ഞാൻ ചാവുന്നത്. പിന്നെ ചിലവർ കഴിവും കൊണ്ട് അടിക്കുന്നു, അപ്പോൾ ഞാൻ ചാവുന്നു. മനഃപൂർവ്വമായിട്ട് ഞാൻ നിന്ന് കൊടുക്കുന്നതാണ് ഗൈസ്. കാരണം ടാറ്റ്സു നിങ്ങളെ കാണിച്ചു തരണല്ലോ. ഇപ്പോൾ ടാറ്റ്സു ഇല്ല ഗൈസ്, അവനെ കൊല്ലാൻ പറ്റി ഞാൻ ടാറ്റ്സു കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് അവൻ കയറിപ്പോയി ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവൻ താഴത്തേക്ക് ചാടിയില്ല, ഒരുത്തൻ ഇവിടെയുണ്ട്. അപ്പോൾ അവനെ തീർക്കാൻ അവൻ ഗ്ലൂ വാൾ ഇട്ട്, ജോളിയുടെ ഗ്ലൂ വാളാണ് ഗൈസ്. അപ്പോൾ അവൻ്റെ എന്ത് ചെയ്തിട്ട് അടിച്ചാൽ അവൻ ചാവുന്നില്ല, കൊള്ളുന്നില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അവൻ കയറി ചെന്ന് ഗൈസ്, അപ്പുറത്തെ വഴി കൂടെ വന്നു അവൻ. അപ്പോൾ അവനിട്ട് ഒരെണ്ണം കൊടുത്തു, അവന് നോക്കാൻ പോലും പറ്റിയില്ല, അതിനുള്ളിൽ ഒരു വൂക്കം കയറുന്നു. അപ്പോൾ അവൻ്റെ നല്ലൊരെണ്ണം കൊടുത്തു, അവന് കില്ല് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു ഒരുത്തൻ.
അപ്പോൾ അവനിട്ട് ഒരെണ്ണം കൊടുത്ത് അവനെ കില്ല് ചെയ്തു. ടാറ്റ്സിയെ വന്നുകൊണ്ട ഗൈസ്, നിങ്ങൾ ടാറ്റ്സിയെ വന്നുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ കില്ലെടുക്കുന്നത് നോക്കണ്ട, അവിടെ ടാറ്റ്സിയെ കൂടിയതുണ്ടോ ഗൈസ്, അതാണ് കണ്ട. ടാറ്റ്സി വിട്ടു, ഇവിടെ വെച്ചിട്ട് ഇവനെ കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം. കില്ലെടുക്കാൻ പറ്റില്ല. എൻ്റെ ജീവൻ അത്രയ്ക്ക് കുറഞ്ഞു. സോറി ഗൈസ്, എനിക്ക് ഇവിടെ വെച്ച് കില്ലെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് ജീവൻ അവൻ കുറച്ച്. അവൻ മാഗും കൊണ്ടങ്ങോട്ടാണ് അടിക്കുന്നത്. M80 ആണ് ഗൈസ്, അതിൻ്റെ മുന്നിൽ പമ്പ് ഗണ്ണൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്ക് അടിക്കാൻ പറ്റുമായിരുന്നു ഗൈസ്. പമ്പ് ഗണ്ണൊക്കെ സെറ്റാണ്. ഞാൻ അവിടെ തന്നെ ജനിച്ച് രണ്ടെണ്ണം കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന ഏതോ ഒരു തന്നെ ഞാൻ കൊന്നു. അപ്പോൾ തന്നെ ടാറ്റ്സി ഉണ്ടോ ഗൈസ്, അപ്പം തന്നെ ടാറ്റ്സി വന്നു. അപ്പോൾ ആ കണ്ട അടുത്ത സെക്കൻഡ് ടാറ്റ്സി വന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ് കാണിക്കാനാണ് ഗൈസ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്നും വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ടാറ്റ്സി ഇട്ടിട്ട് നിർത്തിപ്പോയവർ, ടാറ്റ്സി ഇടാണ്ട് നിർത്തിപ്പോയ എന്നെ കൂട്ടിയിട്ട് ഞാൻ പറയുന്നു ഗൈസ്, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർ കാണട്ടെ. പിന്നെ വീണ്ടും നിങ്ങൾ നോക്കിക്കോ, അവർ ടാറ്റ്സി അല്ലാണ്ട് വേറെ ഒന്നും ഇട്ട് കളിക്കില്ല ഗൈസ്. കാരണം ടാറ്റ്സി അത്രയ്ക്ക് സെറ്റ് ക്യാരക്ടറായിരുന്നു പണ്ട്. അന്ന് ഏറ്റവും ആക്റ്റീവായിട്ട് നിന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടാറ്റ്സിയാണ് മോനെ. സത്യം പറയാലോ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ടാറ്റ്സി ഇട്ട് കളിക്കാൻ പഠിച്ചത് തന്നെ. അന്നൊക്കെ ഓറിയോനും പുറത്തൊരു ക്യാരക്ടറാണ്, ഇത് പറയാനാണ് ഗൈസ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ പിന്നെ കളിച്ചപ്പോഴാണ് എനിക്ക് ഓറിയോ നല്ലൊരു ക്യാരക്ടറാണെന്ന് മനസ്സിലായത്. എനിമികൾക്ക് കൊള്ളൂല, പക്ഷെ നമുക്ക് അടിപൊളിയാണ്. അതുപോലെ ടാറ്റ്സി ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ആവും കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് കൂൾ ഡൗൺ ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കില്ലെടുത്താൽ അതുക്കും സെറ്റായിട്ട് കൂടും. അതായത് നമ്മളിപ്പോൾ നെറ്റില്ലാണ്ട് ഒരുത്തൻ നിൽക്കുന്നത് കണ്ടോ BR അവനെ ടച്ച് നമുക്ക് ടാറ്റ്സി കിട്ടി. അപ്പം തന്നെ വേറൊരു സ്ക്വാഡ് വന്നു എഴുതിക്കോ, നമ്മൾ അതിട്ടിട്ട് ഓടുക. ഒരു ഗ്ലൂ വാൾ ഉണ്ടെങ്കിൽ മോനെ അവൻ തീർന്നു, ആ സ്ക്വാഡേ വൈപ്പായി. കാരണം അത്രയ്ക്ക് സെറ്റായിട്ട് ഇപ്പോൾ ടാറ്റ്സിയെ കളിക്കും. അപ്പോൾ എനിക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു ഗൈസ്. ടാറ്റ്സിയുടെ ഈ കാണുന്ന അപ്ഡേറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം പറയാനോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും കരയാനാ താങ്ക്സ് സോ മച്ച്. ടാറ്റ്സിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്ര നന്നായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ടാറ്റ്സിയെ നഷ്ടപ്പെട്ടു, ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കണ്ട ഗൈസ്. ഞാൻ ഒരുത്തനെ തീർത്ത് എന്നിട്ട് പുറകിലേക്ക് ഓടി, അപ്പോഴത്തേക്കും ജീവൻ കൂടി. പക്ഷേ ഞാനപ്പോൾ നോക്കിയില്ല. യെസ്, എന്നിട്ടും ഞാൻ കില്ലെടുത്തു. നിങ്ങൾ നോക്കുക, ഏറ്റവും വലിയ MVP ആണ് എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്. അവനെയും തീർത്ത് പെൻഡ ടിക് ഡൗൺ സ്ട്രൈക്ക് എടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്ക്, 4 പേരെ ഒന്നിച്ചാണ് ഞാൻ തീർത്തത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, 4 പേരെ ഒന്നിച്ചാണ് ഞാൻ തീർത്തത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പുറകിൽ നിന്ന് അടിച്ചിട്ടാണ് കൊന്നത്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ 6 സ്ട്രൈക്ക് ഞാൻ എടുത്തേനെ ഗൈസ്. ടാറ്റ്സിയെ മോനെ പുള്ളിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ടാറ്റ്സിയെ വെച്ച് കളിച്ചിട്ട് നിർത്തിപ്പോയവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, ടാറ്റ്സിയെ വീണ്ടും ഏറ്റവും നല്ല പവറിൽ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ബൈ.